ഇന്ത്യ വർഷങ്ങളായി നോട്ടമിടുന്ന ഒരു ഭീകരവാദിയാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദിനെ തീർക്കാനായി ഇന്ത്യ വർഷങ്ങളായി തന്നെ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഈ ഭീകരവാദിയുടെ ബന്ധു ഉൾപ്പെടെ മരിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ ഹാഫിസ് സയ്യിദിനെയും ഇന്ത്യ തീർക്കുമല്ലോ. തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. നമുക്കറിയാം, മുംബൈ ആക്രമണത്തിൻ്റെ 2008 നവംബർ 26 രാത്രി 7 മണി മുതൽ 3 ദിവസം നീണ്ടുനിന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനും അതിൻ്റെ നടത്തിപ്പുകാരനും ഒക്കെ ഹാഫിസ് സയ്യിദാണ്. ഇന്ത്യ വിരോധവും ഇന്ത്യയോടുള്ള വെറുപ്പും കാഫറുകളെ കൊല്ലണമെന്നുള്ള ലക്ഷ്യവും മാത്രം ജീവവായുവാക്കി ജീവിക്കുന്ന ഒരു കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദിനെ പലവട്ടം പലരും വളഞ്ഞതാണ്. പക്ഷേ തലനാഴിലേക്ക് പലപ്പോഴും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഹാഫിസ് സയ്യിദിനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അയാൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പുറത്ത് പറയുന്നത് വീട്ടുതടങ്കലിലാണ് എന്നാണ് പറയുന്നതെങ്കിലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് അയാൾ കഴിയുകയാണ്. അയാളെ ഒരു തരത്തിലും അയാളുടെ രോമത്തിൽ പോലും തൊടാൻ പാക് സർക്കാരിനോ പാക് ഭരണകൂടത്തിനോ അവിടുത്തെ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഉറ്റ ബന്ധു അടക്കം 5 ഭീകരരെയാണ് കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് മിസൈൽ ആക്രമണത്തിലൂടെ കഴിഞ്ഞത്. അതിൽ ഹാഫിസ് സയ്യിദ് മാത്രമല്ല, നമ്മുടെ മൗലാന മസൂദ് അസർ, ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവനായിരിക്കുന്ന മൗലാന മസൂദ് അസർ ഇന്ത്യ പിടികൂടി ജയിലിലടച്ചിരുന്ന ഈ കൊടും ഭീകരനെ അയാളുടെ അനുജൻ്റെ നേതൃത്വത്തിൽ അബ്ദുൾ റൌഫ് അസറിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് 1999 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന വിമാനം റാഞ്ചി ഖാണ്ഡഹാറിൽ കൊണ്ടുപോയി അതിലുള്ളിലെ യാത്രക്കാരെ വെച്ച് വിലപേശി ഈ മൗലാന മസൂദ് അസറിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. ജയിലിൽ നിന്ന് വിടേണ്ടി വന്നു. ഇപ്പോൾ അയാളുടെ 2 അളിയന്മാർ, 2 സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ഒരാൾ മുഹമ്മദ് യൂസഫ് അസർ, മറ്റൊരാൾ ഹാഫിസ് മുഹമ്മദ് ജലീൽ, ഇങ്ങനെയുള്ള ഈ 2 പേരടക്കം ഈ കൊല്ലപ്പെട്ട 5 പേര്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിസൈൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ട 5 പേരിൽ 2 പേർ ഇവരാണ്. ഈ മുഹമ്മദ് യൂസഫ് അസറും ഹാഫിസ് മുഹമ്മദ് ജലീലും. ഒപ്പം അതുപോലെ തന്നെ ഈ മുദാസർ ഖാദിയാൻ ഖാസ് എന്ന് പറയുന്ന ഈ മർക്കസി തോയ്ബ അതിൻ്റെ ചുമതലക്കാരനായ ഈ കൊടും ഭീകരൻ, ഇയാൾ അബു ജിണ്ടൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇയാൾ ഈ നമ്മുടെ ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത ബന്ധുവാണ്, ഉറ്റ ബന്ധുവാണെന്നാണ് വിവരം. കാരണം ഇയാളുടെ ഈ ശവമടക്ക് ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പാക് സർക്കാരിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരും പങ്കെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വളരെ പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചും പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചും അവർക്ക് വലിയ താല്പര്യമുള്ള, അവർ വലിയ രീതിയിൽ വില കൽപ്പിക്കുന്ന ഒരു കൊടും ഭീകരനാണ് ഈ മുദാസർ ഖാദിയാൻ ഖാസ് എന്ന ഹാഫിസ് സയ്യിദിൻ്റെ ഉറ്റ ബന്ധു. അയാളാണ് വധിക്കപ്പെട്ടിരിക്കുന്ന 3ാമൻ. അടുത്തത് അബൂ ഖാലിദ്. ഈ അബൂ ഖാലിദ് എന്ന് പറയുന്നതും അതുപോലെ ഒരു കൊടും ഭീകരനാണ്. അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറായിരിക്കുന്ന മുക്തി അജ്മീർ ഖാൻ കാശ്മീരിയുടെ മകൻ മുഹമ്മദ് ഹസൻ ഖാൻ എന്ന് പറയുന്ന ആ കൊടും ഭീകരനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 5 പേരുടെ ജീവന് വലിയ വിലയാണ് പാക് ഭരണകൂടം കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് ഇവരെല്ലാവരും കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം, ഈ 9 കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടന്നപ്പോൾ ഇവർ ഉണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ ഈ പാകിസ്ഥാനിലെ ഒരു മദ്രസയ്ക്കുള്ളിലാണ്. മുരീദ് കെ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഒരു മർക്കസുൽ തൈബ എന്ന് പറയുന്ന ആ മദ്രസയിലായിരുന്നു ഇവർ രഹസ്യമായിട്ട് താമസിച്ചിരുന്നത്. ഈ ആക്രമണത്തിൽ 10 പേർ, ഈ നമ്മുടെ മൗലാന മസൂദ് അസറിൻ്റെ 10 ബന്ധുക്കളും ഉറ്റ അനുയായികൾ 4 പേരും
കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 14 പേർ അങ്ങനെ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിലാണ് ഈ മുഹമ്മദ് യൂസഫ് അസറും ഹാഫിസ് മുഹമ്മദ് ജലീലും ഉൾപ്പെടുന്നത്. കൂടാതെ ഹാഫിസ് സെയ്ദിൻ്റെ ഉറ്റ ബന്ധുവും കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇന്ത്യക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഭീകര ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുന്ന ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വിഷം കുത്തിവെച്ച് അവരെ ഇന്ത്യക്കെതിരെ നിരന്തരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഈ പറയുന്ന ഒരു കൊടും ഭീകരന്മാരെ കാലവരിക്ക് അയക്കാൻ, ഹൂറികളുടെ അടുത്തെത്തിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന് സാധിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ വർഷങ്ങളായി തന്നെ ഇന്ത്യ ഇതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തി കാണും അല്ലേ? ലിസ്റ്റ് തയ്യാറാക്കി ഇവരെ കൊലപ്പെടുത്തുക ഇന്ത്യയുടെ വലിയ ഇത് നമ്മുടെ മിലിറ്ററിക്ക്, നമ്മുടെ സൈന്യത്തിന് വളരെ കൃത്യമായിട്ട് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. നമ്മുടെ ഇൻ്റലിജൻസിന് അറിയാം. ഇവരുടെ ഫോട്ടോയും ഇവരുടെ മറ്റു വിവരങ്ങളും ഇവരുടെ കുടുംബം എവിടെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മുടെ കൈവശമുണ്ട്. ഇവർ എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളും നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് 21 കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ 21 കേന്ദ്രങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ. അതിൽ 9 കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ആക്രമിച്ചുവെങ്കിൽ ആ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഉറ്റുനോക്കുന്ന, ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്ന, ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടിരിക്കുന്ന ഭീകരന്മാർ ഒളിവിൽ കഴിയുന്ന 9 കേന്ദ്രങ്ങളാണ് കൃത്യമായിട്ടും ആക്രമിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു സാധാരണ പൗരനെ പോലും ആക്രമിച്ചില്ല, വേറെ ഒരു സ്ഥാപനവും ആക്രമിച്ചില്ല, വേറെ പാകിസ്ഥാനിലെ ഒരു പുൽനാമ്പിന് പോലും വേറെ കേടുവരുത്തിയില്ല. കൃത്യമായിട്ടും ഇവർ ഒളിവിൽ കഴിയുന്ന ഈ 9 കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് വളരെ കൃത്യമായിട്ട് ആക്രമിച്ച് നശിപ്പിക്കാനും ഇവരെയെല്ലാം വധിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇവർ വർഷങ്ങളായിട്ട് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികളാണ്. ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചവരാണ്. നമുക്കറിയാം, 99 ശേഷം 2001 ആദ്യം കാശ്മീർ നിയമസഭ ആക്രമിച്ചു, തുടർന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ ആക്രമിച്ചു. അതിനുശേഷം 2008 കടുത്ത ഭീകരാക്രമണം നമ്മുടെ മുംബൈയിൽ നടത്തി. പിന്നീട് 2016 നമുക്കറിയാം ഉറി സംഭവം എന്താണെന്ന് നമുക്കറിയാം. പത്താൻകോട്ട് അതിനുള്ള തിരിച്ചടിയായിരുന്നു ഉറി. പത്താൻകോട്ടിൽ നമ്മുടെ സൈനിക താവളത്തിന് നേരെ കടന്നു കയറി അവിടെ ആക്രമണം നടത്തി. 2019 നമ്മുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹം ആക്രമിച്ചു പുൽവാമയിൽ വെച്ച്. അതിനാണ് ബലാക്കോട്ടിൽ നമ്മൾ തിരിച്ചടിച്ചത്. ഇത്തരത്തിലുള്ള കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ അരങ്ങേറിയത്. ഇനി ഇതെന്തായാലും വച്ചു പൊറുപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ സൈന്യം വളരെ നേരത്തെ തീരുമാനിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പരമാവധി ഇവരോട് ക്ഷമിക്കുകയും ചെറിയ തട്ടുകൾ കൊടുത്ത് അല്ലെങ്കിൽ ചെറിയ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയും ഭീകരരെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് തുരത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹമാസിൻ്റെ ആൾക്കാർ നേരിട്ട് വന്ന് ഈ ഭീകരവാദികളുമായിട്ട് ചേർന്ന് കാശ്മീർ വിമോചനത്തിന് വേണ്ടി അവിടെ വലിയ സമ്മേളനവും ബൈക്ക് റാലിയും ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അന്നു തൊട്ടൊരാക്രമണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പഹൽഗാമിൽ കയറി ഇത്രയും ക്രൂരമായൊരു ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നു. ഇനി ഭീകരവാദത്തിനോട് സന്ധിയില്ല. പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ല, അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മതി എന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളം കൊടുക്കാതെയും ഡാമുകൾ തുറന്നുവിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയും ഒക്കെ നമ്മൾ സമ്മർദ്ദത്തിലാക്കുന്നത്. അതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധവും നമ്മൾ അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ്റെ വിമാനങ്ങൾക്ക് നമ്മുടെ ഇതിലേക്ക് സഞ്ചരിക്കാനുള്ള അനുമതി നിഷേധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്ര അതിർത്തി കടക്കാനുള്ള പാക് നാവികസേനയുടെ അല്ലെങ്കിൽ അവരുടെ ബോട്ടുകളുടെ ഒന്നും ഇനി അത് സാധിക്കില്ല. വലിയ രീതിയിൽ മത്സ്യബന്ധനത്തിന് വരുന്നവരെ പോലും ഇനി ആക്രമിക്കും. അത്തരത്തിൽ ഇന്ത്യ ശക്തമായ കടുത്ത നിലപാടുകളിലേക്കും നടപടികളിലേക്കും പോയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആശ്വസിക്കാം, 5 കൊടും ഭീകരന്മാരാണ് ഹാഫിസ് സെയ്ദിൻ്റെയും മൗലാന മസൂദ് അസറിൻ്റെയും ഉറ്റ ബന്ധുക്കളടക്കം 5 കൊടും ഭീകരന്മാരെ നമുക്ക് വധിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.